നമസ്കാരം, ഞാൻ ഡോക്ടർ സജികുമാർ, ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. ഡയബറ്റിസ് അഥവാ പ്രമേഹം ബാധിച്ച കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവർക്ക് നാളെ രക്തം പരിശോധിക്കണമെങ്കിലോ ഡോക്ടറെ കാണണമെങ്കിലോ അവർ ഇന്ന് ആഹാരം നല്ലപോലെ നിയന്ത്രിക്കുകയും ധാരാളം വ്യായാമം ചെയ്യുകയും ചെയ്യും. അപ്പോൾ നാളെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുമ്പോൾ അത് നോർമലായിരിക്കും. ഇത്തരക്കാർക്ക് വേണ്ടിയുള്ള ഒരു പരിശോധനയാണ് രക്തത്തിലെ HbA1c അല്ലെങ്കിൽ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്നുള്ള ടെസ്റ്റ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളിൽ ഓക്സിജൻ വഹിക്കുന്ന ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. രക്തത്തിലെ പഞ്ചസാരയുടെ ഒരംശം ഈ ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നതനുസരിച്ച് കൂടുതൽ പഞ്ചസാര ഈ ഹീമോഗ്ലോബിനുമായിട്ട് ബന്ധിക്കപ്പെടും. അങ്ങനെയുള്ള ഈ സംയോജനത്തിൻ്റെ ഒരു അളവാണ് HbA1c ടെസ്റ്റ് എന്നുള്ളത്. നമ്മൾ സാധാരണയായിട്ട് രക്തം പരിശോധിക്കുമ്പോൾ ആ നിമിഷത്തിലെ ഷുഗറിൻ്റെ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. പക്ഷേ നമ്മുടെ രക്തകോശങ്ങൾക്ക്, ചുവന്ന രക്താണുക്കൾക്ക് 120 ദിവസത്തോളം ആയുസ്സുള്ളത് കൊണ്ട് HbA1c പരിശോധിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ 3 മാസത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ ഒരു ശരാശരി അളവ് ലഭിക്കുന്നു. അതായത് സാധാരണ ഒരു രക്തപരിശോധന എന്ന് പറയുന്നത് ഒരു ഫോട്ടോഗ്രാഫ് അല്ലെങ്കിൽ ഒരു സെൽഫി എടുക്കുന്നത് പോലെ മാത്രമേ ഉള്ളപ്പോൾ HbA1c പരിശോധന എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലെ കഴിഞ്ഞ 3 മാസത്തെ പഞ്ചസാരയുടെ അളവിൻ്റെ ഒരു റിപ്പോർട്ട് കാർഡ് പോലെയാണ്. സാധാരണ മനുഷ്യരിൽ HbA1c 5.7 താഴെയായിരിക്കും. 5.8 മുതൽ 6.4 വരെയുള്ള ആളുകളെ നമുക്ക് പ്രമേഹ സാധ്യത ഉള്ളവരായിട്ട് കണക്കാക്കാം. 6.5% മുകളിൽ HbA1c ഉള്ളവരെ പ്രമേഹ രോഗികളായിട്ടും കണക്കാക്കാം. പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ HbA1c 7 താഴെ നിർത്തുക എന്നുള്ളതാണ്. എന്നിരുന്നാൽ തന്നെയും HbA1c പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ഒരു പരിശോധനയാണെന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല. കാരണം രോഗിക്ക് അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ്, വിളർച്ച ഉണ്ടെങ്കിലോ സമീപകാലത്ത് ധാരാളം രക്തനഷ്ടം വന്നിട്ടുണ്ടെങ്കിലോ വൃക്കരോഗങ്ങൾ പോലെയുള്ള അവസ്ഥകളുണ്ടെങ്കിലോ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ടിൽ വ്യത്യാസങ്ങൾ കാണാം. അതുകൊണ്ട് എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ ടെസ്റ്റുകളെ നമ്മൾ അപഗ്രഥിക്കാവൂ. പ്രമേഹത്തിൻ്റെ ദീർഘകാല സങ്കീർണതകൾ അവ പ്രധാനമായും ബാധിക്കുന്നത് കണ്ണ്, നാഡികൾ, വൃക്ക, ഹൃദയം, രക്തക്കൊഴലുകൾ എന്നിവയാണ്. അതുകൊണ്ട് HbA1c 7 താഴെ നിർത്തേണ്ടത് പ്രമേഹ ചികിത്സയുടെ ഒരു വലിയ ലക്ഷ്യം തന്നെയാണ്. ചുരുക്കത്തിൽ HbA1c എന്നുള്ളത് ദീർഘകാലത്തേക്കുള്ള പ്രമേഹ ചികിത്സ, പ്രമേഹ നിയന്ത്രണത്തിൻ്റെ ഒരു സൂചിക മാത്രമാണ്. പ്രമേഹ ചികിത്സ എന്ന് പറയുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ച് നിർത്തുക എന്നുള്ളത് മാത്രമല്ല, അത് ഭാവിയിലെ സങ്കീർണതകൾ കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ്. പ്രമേഹ ചികിത്സയെ ഒരുപിടി മുന്നിൽ നിർത്തുന്ന ഒരു സഹായിയാണ് HbA1c പരിശോധന. നന്ദി, നമസ്കാരം.